Hello friends, welcome to my channel. ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട റോസ്റ്റ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ട്ടോ. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റി ആയിട്ട് മുട്ട റോസ്റ്റ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുന്നതിന് മുമ്പ് അത് നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതുപോലെ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ടോ ഇങ്ങനെ കുത്തി കൊടുക്കാം. അപ്പോൾ മസാല ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കുത്തി കൊടുക്കുന്നത്. അങ്ങനെ എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇത്ര ഇട്ട് കൊടുത്തിട്ട് പൊടികളെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. അതിനുശേഷം പൊടികൾ മൂത്ത് വരുമ്പോൾ നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചുവിട്ട് അതിൻ്റെ സൈഡുകളൊക്കെ ഒന്ന് ജസ്റ്റ് ചെറുതായി ഒന്ന് ഹാർഡാവുന്ന വരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ നമുക്ക് മുട്ടയൊക്കെ സൈഡുകളൊക്കെ ചെറുതായി ഒന്ന് വറുത്ത് എടുത്തിട്ടുണ്ട്. ഒത്തിരി ഹാർഡാവണ്ട, ചെറുതായി ഒന്ന് വറുത്തെടുത്താൽ മതി. അതിനുശേഷം അതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ ഒരു 2-3 സവാള വളരെ ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആവുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അങ്ങനെ സവാള ഒന്ന് ട്രാൻസ്പെറൻറ്റ് ആകുമ്പോൾ അതിലേക്ക് ഒരു 4 പച്ചമുളക് കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം തീ ലോ ഫ്ലെയിമിലോട്ടാക്കി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ പൊടികളെല്ലാം നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. പൊടികൾ നന്നായി മൂത്ത് വന്നില്ലെങ്കിൽ നമ്മുടെ കറി ടേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ മൂത്ത് വന്നതിന് ശേഷം മാത്രം ഒരു തക്കാളി മിക്സിയിൽ അടിച്ചൊന്ന് പേസ്റ്റ് ആക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുത്ത് മസാലയൊക്കെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റ് അതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ മസാലയൊക്കെ നന്നായി ഒന്ന് സെറ്റാവും. എല്ലാം നല്ല പോലെ ഒന്ന് യോജിച്ച് ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ടയുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അങ്ങനെ ആ മസാലയിൽ നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഹോൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് മസാല പിടിക്കും. ഒരു മൂടി വെച്ച് അടച്ച് 2 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം വറ്റി വന്നിട്ടുണ്ട്, നല്ലതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല കൂടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ അടിപൊളി മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റിയാണ് ഈ ഒരു മുട്ട റോസ്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയായാലും ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി മുട്ട റോസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.